ചെടിച്ചട്ടിയിൽ വളരുന്ന ഈ വഴുതനം ചെടിക്ക് തിരക്കില്ലാത്ത വളർച്ചയൊക്കെ ഉണ്ടെങ്കിൽ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഓരോ വഴുതനങ്ങ ഉണ്ടാവുള്ളൂ. ഇതിപ്പോൾ ഒരു വഴുതനങ്ങ, ഒരു ചെറിയ വഴുതനങ്ങയാണ്. കൂടാതെ ഇവിടെ എൻ്റെ ഇടയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതാ പൂവ് കായിലേക്ക് നീങ്ങുന്ന ആയിട്ടാണ്. ഇതൊരു ചെറിയ വളരെ കുഞ്ഞു വഴുതനങ്ങയാണ്. പിന്നെ ഇവിടെ നോക്കിയാൽ വേറെ ഒന്ന് രണ്ടെണ്ണം ഉണ്ട്. അതാ ഇതൊക്കെ പൂ കായ ആയിക്കൊണ്ടിരിക്കുന്ന വളരെ ചെറിയ വഴുതനങ്ങകളാണ്. അപ്പോൾ ഇന്ന് രാവിലെ നോക്കിയപ്പോൾ വേറെ വഴുതനങ്ങ ഉണ്ടായിരുന്നു, ഇതിൻ്റെ ഒരു ഡബിൾ സൈസ് ഉള്ളത്. അതൊരു നിറവ്യത്യാസമൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു കേടായി, വലിച്ച് കളയാമെന്ന് വിചാരിച്ചു. പിന്നെയാണ് ഒരു രണ്ടാമതൊരു ചിന്ത വന്നത്. അപ്പോൾ വലിച്ച് കളഞ്ഞ് വീണ്ടും തിരിച്ചെടുത്തോണ്ടുന്നു, കഴുകി വൃത്തിയാക്കി. ഇതിൻ്റെ നിറവ്യത്യാസം കണ്ടില്ലേ, തനി പെർപ്പിളല്ല, ഒരു നിറം മോശമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് കേടായതാണെന്ന് വിചാരിച്ച്. പിന്നെ മുമ്പ് ഒരിക്കൽ അതേപോലെ പച്ചവഴുതന നല്ലോണം പഴുത്തിട്ട് മഞ്ഞാറായിട്ട് ഞാൻ വിത്തുണ്ടോ നോക്കിയിട്ടായിരുന്നു, വിത്തൊന്നും കണ്ടില്ല, അത് കളഞ്ഞു. അപ്പോൾ ഇത് ഞാൻ വിചാരിച്ചു വിത്തുണ്ടോ നോക്കാം, അങ്ങനെയാണെങ്കിൽ നമുക്ക് പുതിയ ചെടികളെങ്കിലും കിട്ടിയാൽ അതായല്ലോ, കഴിക്കണ്ട, കറി വയ്ക്കണ്ട, വിത്തുണ്ടോ നോക്കാമെന്ന് വിചാരിച്ചു. കഴിഞ്ഞ ദിവസം ഇതുപോലെ കേട് വന്നൊരു പാവയ്ക്ക നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ വിത്തുണ്ടായിരുന്നു, നല്ല ചാടണ കാറ്റർപില്ലറും ഉണ്ടായിരുന്നു. ഇതിൽ പക്ഷേ കാറ്റർപില്ലറിനെ കണ്ടിട്ടില്ല. കണ്ടിട്ട് വഴുതനെങ്കിൽ കേടൊന്നും തോന്നില്ല, വിത്തുകൾ കാണുമ്പോൾ ഏകദേശം മൂപ്പുള്ള വിത്ത് പോലെ ഉണ്ട്. എന്നാൽ പിന്നെ ഈ വിത്തൊക്കെ ഒന്ന് വേർതിരിച്ചെടുത്തിട്ട് നട്ട് നോക്കാമെന്ന് വിചാരിച്ചു. എനിക്കൊരു പ്രതീക്ഷയുണ്ട്. കഴിഞ്ഞ ദിവസം പാവലിൽ ഉണ്ടായിരുന്ന 4 വിത്തിൽ കുറേ വെള്ള നിറമുള്ളതായിരുന്നു അധികം. പിന്നെ ഒരെണ്ണം സ്വല്പം നിറമുള്ളത് നട്ടിട്ട് ഇന്ന് നോക്കിയപ്പോൾ മുളച്ച് വന്ന പോലെ ഉണ്ട്. അപ്പോൾ ഇതിനൊരു കൂടുതൽ പ്രതീക്ഷയുണ്ട്, കാരണം കുറേ അധികം വിത്തുണ്ടല്ലോ. ഒക്കെ പറക്കിയെടുക്കാൻ കുറച്ച് മെനക്കെടായിരുന്നു വിത്ത് വേർപ്പെടുത്തി എടുക്കാൻ. ഞാൻ ഇതുവരെ വഴുതനങ്ങയുടെ വിത്തെടുക്കണ പണി ചെയ്തിട്ടില്ല. ഇത്രയധികം വിത്തുള്ളതല്ലേ, എത്ര എണ്ണം ഉണ്ടാവും എന്നൊക്കെ ഒന്ന് നോക്കിയിട്ട് പിന്നീട് പറഞ്ഞുതരാം. ഇന്നിപ്പോൾ കുറച്ചെണ്ണം അവസാനമായപ്പോൾ മടി പിടിച്ചിട്ട് ഇതിങ്ങനെ വിത്ത് എടുത്തെടുത്തെടുത്ത് മടുത്തിട്ട് ആ വഴുതനങ്ങയുടെ ഉള്ളിലത്തെ ആ ഭാഗം അടക്കം കൊണ്ടുപോയിട്ട് വിതറിയിട്ടുണ്ട്. കുറച്ചെണ്ണം അപ്പോൾ വീണ്ടും വിതറി, വിത്ത് മാത്രമായിട്ടും വിതറി. പിന്നെ കുറച്ച് ഭാഗം ആ വഴുതനങ്ങയുടെ ഉള്ളിലത്തെ ഭാഗം കൂടെ ആയിട്ട് വിതറിയിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് വിത്ത് എടുത്തു വെച്ചത് നാളെ മറ്റേ സൗകര്യം പോലെ സമാധാനമായിട്ട് ശരിയായ രീതിയിലൊന്ന് നട്ടു നോക്കണം.